നമസ്കാരം, റിവ്യൂവേഴ്സിലേക്ക് സ്വാഗതം. റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയൊരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് റിവ്യൂവേഴ്സിന്റെ ഒരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് ഗറില്ല 450. ഇപ്പോൾ ഗറില്ല 450യുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടോ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിലൊതുങ്ങുന്ന രീതിയിൽ കസ്റ്റമൈസ്ഡ് പാക്കേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം പാക്കേജുകൾക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ നമുക്ക് സ്റ്റൈലിങ്ങിൽ തന്നെ തുടങ്ങാം. ഒരു മോഡേൺ റെട്രോ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർ റോഡ്സ്റ്റർ സ്റ്റൈലിംഗ് ആണ് ഗറില്ല 450ക്ക് നൽകിയിട്ടുള്ളത്. റോയൽ എൻഫീൽഡിന്റെ ഹിമാലയൻ 450യിൽ വരുന്ന അതേ ഷാസിസ് തന്നെയാണ് ഈ ഒരു ഗറില്ല 450യിലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം DNA നമുക്ക് ഇവിടെയും കാണാം. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് എക്സിക്യൂഷൻ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. പ്രോപ്പർ നേക്കഡ് സ്റ്റൈലിങ്ങോട് കൂടിയ ഒരു റോഡ്സ്റ്ററാണ് ഗറില്ല 450 എന്നാണ് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. നിലവിലുള്ള മറ്റ് റോയൽ എൻഫീൽഡ് മോഡലുകളോട് സാമ്യം തോന്നുന്ന രീതി അതേ വരുന്ന അല്ലെങ്കിൽ ആ സാമ്യമുള്ള ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ് ഗറില്ല 450ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റൈലിംഗ് എലമെന്റ്, മുന്നിൽ നിന്ന് തന്നെയുള്ള സ്റ്റൈലിംഗ് എലമെന്റ് നിലവിലുള്ള ആ ഒരു റോയൽ എൻഫീൽഡ് DNA കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഹിമാലയന്റെ ആ ഒരു സ്ട്രക്ചർ ഇവിടെയും വളരെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ടിയർ ഡ്രോപ്പ് സ്റ്റൈലിംഗ് ആയിട്ടുള്ള ഫ്യൂൽ ടാങ്കാണ് കൊടുത്തിട്ടുള്ളത്. അത് സീറ്റിങ്ങിന്റെ ആ ഒരു അല്ലെങ്കിൽ അത് സീറ്റിങ്ങുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് വരുമ്പോൾ വളരെ നാരോ ആയിട്ട് കൊണ്ടുവന്നിട്ട് വളരെ നല്ല ഒരു സ്റ്റൈലിംഗ് ആണ് അതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കിന് നൽകിയിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിൽ വിശദമാകുന്ന മറ്റൊരു കാര്യം അതിൻ്റെ ഒരു എക്സോസ്റ്റ് യൂണിറ്റ് ആണ്. ഹിമാലയയിൽ വരുന്ന അതേ ഒരു സെയിം എക്സോസ്റ്റ് യൂണിറ്റ് ആണ് വരുന്നത്. മാത്രമല്ല ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും സ്ലിം ആയിട്ടുള്ള എക്സോസ്റ്റ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ സീറ്റിന്റെ ലെങ്ത് കുറച്ച് ചെറുതാണ് എന്നൊരു ഫീൽ നമുക്ക് അതിൻ്റെ ഒരു ലുക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. നേരിട്ട് കാണുമ്പോൾ മാത്രമേ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം അവിടെ ഒരു ടെയിൽ ലൈറ്റ് യൂണിറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പകരം അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റിൽ തന്നെയാണ് അതിൻ്റെ അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റുകളും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷൻ യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. 140 mm ആണ് വീൽ ട്രാവൽ. റിയറിലേക്ക് വരുമ്പോൾ ലിങ്കേജ് മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. 150 mm ആണ് വീൽ ട്രാവൽ. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ്. മുന്നിൽ 310 mm ഡിസ്ക് ബ്രേക്കും പിന്നിൽ 270 mm ഡിസ്ക് ബ്രേക്കും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഡ്യുവൽ ചാനൽ ABS ഫീച്ചറോട് കൂടിയാണ് ഈ ഒരു വാഹനം വിപണിയിലെത്തുക. 185 കിലോഗ്രാമാണ് ഇതിന്റെ ഒരു കർവ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഹിമാലയനേക്കാളും 11 കിലോഗ്രാം വെയിറ്റ് കുറവാണ് ഈ ഒരു വാഹനത്തിന് എന്നതാണ് പ്രത്യേകത. മാത്രമല്ല ഇതിന്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 780 mm ആണ്. 169 mm ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിലുണ്ട്. 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. സിയറ്റിന്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുന്നിൽ 120/70 സെക്ഷനും പിന്നിൽ 160/60 സെക്ഷനുമാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ബൈക്കുകളിൽ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള ടയറുകൾ നൽകിയിരിക്കുന്ന വാഹനമാണ് റോയൽ എൻഫീൽഡ് ഗറില്ല 450. അനലോഗ്, ഡാഷ്, ഫ്ലാഷ് എന്നീ 3 വേരിയന്റുകളിലായിരിക്കും ഈ ഒരു വാഹനം വിപണിയിലെത്തുക. അനലോഗ് വേരിയന്റിൽ ഒരു ഡിജി അനലോഗ് ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഒരു ട്രിപ്പർ നാവിഗേഷൻ ബോർഡ് സപ്ലിമെന്ററി യൂണിറ്റ് ആയിട്ടും നൽകിയിട്ടുണ്ട്. ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോൾ അത് TFT ഡിസ്പ്ലേ ആയി മാറിയിട്ടുണ്ട്. മാത്രമല്ല ഫോൺ കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള ഫീച്ചറുകളും നൽകിയിട്ടുണ്ട്. ഹിമാലയൻ ഹാൻഡിൽ ബാർ പൊസിഷനേക്കാളും കുറച്ചും കൂടി ലോവർ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ പൊസിഷനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അതിന്റെ സ്വിച്ചസും മറ്റു കാര്യങ്ങളും സ്വിച്ച് യൂണിറ്റ്സും കാര്യങ്ങളും എല്ലാം ഹിമാലയനോട് വളരെ സാദൃശ്യം തോന്നുന്ന സെയിം യൂണിറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 5 കളർ ഓപ്ഷൻസ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അനലോഗ് വേരിയന്റിൽ സ്മോക്ക് സിൽവർ എന്ന ഒരു കളർ ഓപ്ഷനും, ഡാഷ് വേരിയന്റിലേക്ക് വരുമ്പോൾ പ്ലയ ബ്ലാക്ക്, ഗോൾഡ് ഡിപ്പ് എന്നീ 2 കളർ ഓപ്ഷനുകളും, ഫ്ലാഷിലേക്ക് വരുമ്പോൾ ബ്രാവ ബ്ലൂ, യെല്ലോ റിബൺ എന്നീ കളർ ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട്. വളരെ യൂണീക് ആയിട്ടുള്ള കുറച്ചധികം കളർ ഓപ്ഷൻസ് തന്നെയാണ് ഈ ഒരു ഗറില്ല 450 റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ടോപ്പ് എൻഡിൽ വരുന്ന ബ്രാവ ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു വേരിയന്റിൽ നൽകിയിരിക്കുന്ന ആ ഒരു ബ്ലൂ ഗ്രാഫിക്കൽ ടച്ച് വരുന്നത് അത് കൈകൊണ്ട് വരച്ചതാണ് എന്നതും പ്രത്യേകതയാണ്. ഇക്കോ, പെർഫോമൻസ് എന്നീ റൈഡ് മോഡുകളും ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഹിമാലയനിൽ നമ്മൾ കണ്ട അതേ സ്പെക് എഞ്ചിൻ തന്നെയാണ് ഈ ഒരു റോയൽ എൻഫീൽഡ് ഗറില്ല 450 വരുന്നത്. 452cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഷെർപ്പ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു എഞ്ചിൻ 8000 RPM 40 PS പവറും 5500 RPM 40 Nm ടോർക്കും ഡെലിവർ ചെയ്യുന്നു. 6 സ്പീഡ് ഗിയർ ബോക്സ് യൂണിറ്റ് ആണ് ഗറില്ല 450 നൽകിയിട്ടുള്ളത്. വളരെ വർത്തായിട്ടുള്ള ഒരു പ്രൈസിംഗ് ആയിട്ടാണ് ഇതിന്റെ ഒരു 3 വേരിയന്റിന്റെ പ്രൈസിംഗിൽ നിന്ന് മനസ്സിലാവുന്നത്. ബേസ് വേരിയന്റ് ആയിട്ടുള്ള അനലോഗിന് 2.39 ലക്ഷം രൂപയും, സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള ഡാഷിന് 2.49 ലക്ഷം രൂപയും, ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള ഫ്ലാഷിന് 2.54 ലക്ഷം രൂപയുമാണ് എക്സ്ട്രോവും വില ഇട്ടിരിക്കുന്നത്. നിലവിൽ വിപണിയിലുള്ള ട്രൈം സ്പീഡ് 400, ഹോണ്ട CB300R, ഹസ്ക്വർണ, സ്വാർപിലൻ എന്നീ മോഡലുകളുമായിട്ടായിരിക്കും ഈ ഒരു ഗറില്ല 450 കോമ്പീറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു എഞ്ചിൻ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഇനി വരുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആകൂ. നിലവിൽ ഹിമാലയൻ നൽകുന്ന ആ ഒരു എഞ്ചിൻ പെർഫോമൻസ് ഇതിനും ഈ ഒരു വാഹനത്തിന് നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അതേ ഒരു എഞ്ചിൻ സ്പെക്ക് തന്നെയാണ്. മാത്രമല്ല 11 കിലോഗ്രാമോളം ഇതിൻ്റെ ഒരു വെയിറ്റ് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ ഹിമാലയനോട് തന്നെ സാമ്യം ഉണ്ടാവും. മറ്റു കാര്യങ്ങളിൽ നമുക്ക് ഓൺ റോഡ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഓൺ റോഡ് പെർഫോമൻസ് പിന്നീട് അറിയാൻ പറ്റും. കാരണം
ടയർ സൈസ് പോലുള്ള കാര്യങ്ങളിലെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അത് റോഡിൽ പെർഫോം ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിൽ തന്നെ നമുക്ക് പറയാം. റോയൽ എൻഫീൽഡിന്റെ റോഡ്സ്റ്റർ മോഡലായിട്ടുള്ള ഗറില്ല 450 ലോഞ്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.